ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓഫീസ് അസിസ്റ്റന്റിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഇതുപോലുള്ള എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, ബികോം ഒക്കെ പഠിച്ച അല്ലെങ്കിൽ എംകോം ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറെ എന്താ പറയുന്നത് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്ത അടുത്ത നോട്ടിഫിക്കേഷൻ ആണ് ഓഫീസ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ. ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2. അതുപോലെ എംകോംകാർക്ക് ലെക്ചറർ ഇൻ പോളിടെക്നിക്കും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ രണ്ട് എക്സാം. കുറെ പേര് എന്നോട് വാട്സപ്പിലും അതുപോലെ ടെലിഗ്രാമിലൊക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. എന്നാ മാം ഈ എക്സാം നടക്കുക, അതുപോലെ ഇതിന്റെ സിലബസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്നോട് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോ ആ കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, എക്സാം എന്ന് നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു വർഷം അവസാനത്തോടു കൂടി ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കാം ഓഫീസ് അസിസ്റ്റന്റിന്റെ എക്സാം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണയും അക്കൗണ്ടന്റ് 2 വർഷം മുമ്പത്തെ അക്കൗണ്ടന്റ് എക്സാം ആണെങ്കിലും നവംബർ ഒക്കെ ആയപ്പോഴാണ് നടന്നത്. ഓക്കെ, അതിനുശേഷം അടുത്ത വർഷം 2022 എഗെയിൻ നവംബറിലൊക്കെ ഭാഗത്തിലായിട്ടാണ് എക്സാം നടന്നത്. അപ്പൊ ആ ഒരു മാസത്തോടു കൂടി ഈ ഒരു വർഷ അവസാനം 2023 അവസാനത്തോടു കൂടി ആയിരിക്കാം ഈ എക്സാമും നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, PSC എല്ലാത്തിന്റെയും സിലബസ് ഒഫീഷ്യൽ ആയിട്ട് പുറത്തുവിടുന്നത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡേറ്റ് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ഡേറ്റ് വരുമ്പോഴാണ് എല്ലാ എക്സാമിന്റെയും ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസ് പുറത്തുവിടുന്നത്. അപ്പൊ അതുവരെ നമുക്ക് ഈ ഒരു സിലബസിനെ പറ്റി കുറച്ച് ഐഡിയാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു സമയത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം ഒക്കെ പോലെ തന്നെ ഏകദേശം ആ സെയിം സിലബസ് തന്നെയായിരിക്കും ഈ തവണ. കുറച്ച് എവിടെയെങ്കിലും ഒക്കെ ഒരു മാറ്റം വേണമെങ്കിൽ GST ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലാതെ വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ആ സിലബസും ഇനി വരാൻ പോകുന്ന ഓഫീസ് അസിസ്റ്റന്റിന്റെ സിലബസുമായിട്ട് ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. ആ ഒരു സിലബസ് എടുത്തിട്ട് ആ സിലബസിലെ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു തുടങ്ങാം. അതിന്റെ കൂടെ അതിന് കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളും കൂടെ, അതായത് മാനേജ്മെന്റ്, അക്കൗണ്ടിങ്, GST തുടങ്ങിയ കാര്യങ്ങളോടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. കാരണം അതും വേണമെങ്കിൽ ഈ തവണത്തെ സിലബസ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയുക, എല്ലാം ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതെ വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. കാരണം ആ ഒരു സിലബസ് ബേസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യും. നമുക്കറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന എന്തുകൊണ്ടും PSC എക്സാമുകളെ സംബന്ധിച്ച് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണ്, ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നവംബറിലെ എക്സാമിന്റെ സെയിം ഒരു സെന്റൻസ് പോലും മാറ്റമില്ലാത്ത രീതിക്കുള്ള ക്വസ്റ്റ്യൻ 2 വർഷം മുമ്പത്തെ നവംബറിലെ എക്സാമിന്റെ പോലെ തന്നെ ഈ തവണത്തെ 610 2021 ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമതൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്ത് പഠിക്കാം. ഇനി ബികോം ലെവലിലുള്ള ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെയുള്ളതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷെ ഈ ടൈപ്പ് എക്സാമുകൾക്ക് എവിടെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സ്റ്റഡി മെറ്റീരിയൽ എവിടെയാണ്, ക്ലാസ്സുകൾ എവിടെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ബികോംകാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിക്ക് യുവർ ഗൈഡ് റാങ്ക് ഫയല് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ, കഴിഞ്ഞ തവണത്തെ എക്സാമിന്റെ ഉൾപ്പെടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഈ തവണത്തെ ജൂനിയർ മാനേജർ വരെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഉൾപ്പെടുത്തി നിങ്ങളെ എക്സാം ക്ലിയർ ചെയ്യിക്കുന്ന രീതിക്ക് നമ്മുടെ റാങ്ക് ഫയൽ 750 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അത് ഓർഡർ ചെയ്ത് പഠിച്ച് തുടങ്ങാം. ഓക്കെ, അതുകൂടാതെ യുവർ ഗൈഡ് ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോച്ച് 2000 രൂപയ്ക്ക് നമ്മുടെ ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ് കഴിഞ്ഞു,
ഓരോ ക്ലാസ്സും ലൈവ് സെക്ഷൻ ആണ്. ലൈവ് സെക്ഷന്റെ റെക്കോർഡ് ചെയ്ത വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ PDF നോട്ട് നമ്മൾ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്യാവുന്ന രീതിക്കുള്ള റാങ്ക് ലിസ്റ്റ്, ഞാൻ മാത്രമല്ല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റു പലരും ആണ് കഴിഞ്ഞ തവണത്തെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമുകൾക്കൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രഗത്ഭരായ ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അറിയാലോ, എക്സാം പഠിച്ച് ക്ലിയർ ചെയ്തവർ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം കാണും. നോർമലി എടുക്കുന്നതിനേക്കാളും അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകും. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുക. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടുന്നതായിരിക്കും. ബികോമിന്റെ ബേസ് ചെയ്തുള്ള ബികോം അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് സിലബസിലെ കണ്ടന്റുകളൊക്കെ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങേണ്ടത്. ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, നമ്മുടെ ചാനലില് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഇഷ്ടം പോലെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടും മറ്റേ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒത്തിരി അധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന സ്റ്റഡി സോഴ്സ് ആണ്. ഓക്കെ, ഒരവസരവും ചെറുതല്ല, ഒരവസരവും ആരെയും തേടിയെത്തത്തില്ല. നമ്മളായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എല്ലാവരും സ്വപ്നം കാണുന്ന സർക്കാർ ജോലിയാണ്. കോമ്പറ്റീഷൻ വളരെ കൂടുതലുമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതിനു വേണ്ടി രാത്രി ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറക്കമളച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ഇതിലേക്ക് കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒരുമിച്ച് പഠിച്ച് എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ കയറി ഓഫീസ് അസിസ്റ്റന്റും അക്കൗണ്ടന്റ്മാരൊക്കെ ആയിട്ട് സർക്കാർ ജോലിയിലേക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലേക്ക് നമുക്ക് കടന്നു കയറാം. അപ്പൊ നിങ്ങൾ നമ്മുടെ കൂടെ പോരുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിന് എൻ്റർ ആവുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. ഓൾറെഡി 2 ക്ലാസ് കഴിഞ്ഞു. മാനേജ്മെന്റും അക്കൗണ്ടിങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ 2 ക്ലാസ്സിന്റെ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക്, നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട്. സാധാരണ എല്ലായിടത്തും റെക്കോർഡ് ചെയ്ത വീഡിയോസ് ആയിരിക്കും അല്ലെ തരുന്നത്. അപ്പൊ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടാറില്ല അല്ലെ. നോർമൽ യൂട്യൂബിന്റെ വീഡിയോസ് കൂടുതലും നമുക്ക് ഡെയിലി ആകുമ്പോഴേക്കും ഇത്തിരിയൊക്കെ ബോറടിക്കില്ലേ. പക്ഷെ ലൈവ് ആകുമ്പോൾ റെഗുലർ ആയിട്ട് ലൈവായിട്ട് നിങ്ങൾക്കും നിങ്ങളോടൊപ്പം പഠിക്കുന്ന കുറെ പേർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാം, ഡൗട്ടുകൾ ചോദിക്കാം. ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ തന്നെ അതിലൂടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക ഇത്രയും കഷ്ടപ്പെട്ട് ലൈവ് സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആരും മിസ്സാക്കരുത്. വേഗം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സിനും സ്റ്റഡി മെറ്റീരിയൽസിനൊക്കെ പർച്ചേസ് ചെയ്ത് വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് നമ്മുടെ 2022 ലാസ്റ്റത്തെ ദിവസമല്ലേ അല്ലെ. 2022 അവസാനിക്കാണ്. നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് 2023 ഒരു സർക്കാർ ജോലിയിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഒരിക്കലും 100% ഞാൻ ഗ്യാരണ്ടി പറയാം, ഒരിക്കലും ഈ ക്ലാസ്സോ അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് നഷ്ടമാവത്തില്ല. 100% ഷുവർ ആണ്. മറ്റു പല ക്ലാസ്സുകാരും 9,000 10,000 റുപ്പീസിനൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പാവപ്പെട്ട ഹൗസ് വൈഫിനും അതുപോലുള്ളവർക്കൊക്കെ ബെനിഫിറ്റ് ആവുന്ന രീതിക്കാണ് നമ്മൾ നമ്മുടെ ക്ലാസ് രാത്രി അറേഞ്ച് ചെയ്തുകൊണ്ട് ഗൂഗിൾ മീറ്റ് വഴി ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, വെറും 2000 രൂപയ്ക്കാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്ത്. ഏത് കോച്ചിങ് ആണ് CSCB പോലും 3 മാസത്തെ ക്ലാസ്സുകൾക്കൊക്കെ 9,500 ആണ് മേടിക്കുന്നത്. ഇത്രയും വലിയൊരു ടോപ്പിക് 10ഓളം സബ്ജക്റ്റുകള് 5-8 മാസമായിട്ട് പഠിപ്പിച്ചു തരുന്നതിന് 2000 രൂപ എന്ന് പറയുന്നത് ഒരു തുച്ഛമായ ഫീസാണ് അല്ലെ. എന്താണെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. 2023 നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 2022 നിങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. പുതിയ ആ ഒരു അവിടെ പഠിച്ച പാഠങ്ങളിൽ നിന്ന് ലെസൺസ് ഒക്കെ ലേൺ ചെയ്തുകൊണ്ട് 2023 പുതിയ പാഠങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ട് ഒരു സർക്കാർ ജോലിയിലേക്ക് എല്ലാവരും എത്തിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയറും കൂടെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ മറക്കണ്ട ക്ലാസ്സും ടെക്സ്റ്റ് ബുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും പഠനം തുടരുക. Again, once again, happy new year.